നിത്യനായ യഹോവയെ ലോകവൻ കാട്ടിൽ കൂടെ ബലഹീനൻ ആയ എന്നെ നടത്തി താങ്ങണമേ. സ്വർഗയാപ്പം 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 എനിക്കു തരണമേ, എനിക്കു തരണമേ. സ്വർഗയാപ്പം 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 എനിക്കു തരണമേ, എനിക്കു തരണമേ. നിത്യപാര തുറന്നിട്ടു ജീവജലം നൽകുക, അഗ്നിമേഘ തൂണുകൊണ്ടു പാത നന്നായി കാണിക്കാം. ബലവാനേ 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 രക്ഷ നീയാകണമേ, രക്ഷ നീയാകണമേ. ബലവാനേ 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 രക്ഷ നീയാകണമേ, രക്ഷ നീയാകണമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രികാലം അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. സുഖകരമായി ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്താൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സുബോധത്തിനായി സൗഖ്യത്തിനായിട്ട് നന്ദിയപ്പ, നന്ദി നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അങ്ങയുടെ പാദപിടിച്ചിലൊന്ന് ഏൽപ്പിച്ചു തരട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ, ഞങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ളവൻ അവിടുന്നാകിയാൽ അപ്പച്ചൻ്റെ പാദപിടിച്ചിലോട്ട് ഞങ്ങളെ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആണുപെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവിയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ സമർപ്പിക്കട്ടപ്പാ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ വാർക്കുന്ന ഭവനം, അപ്പോൾ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. നാഥാ, ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ഞങ്ങളെ കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ഇത് പരീക്ഷാ കാലഘട്ടം അപ്പാ. ബുദ്ധി ജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, നല്ല ജയം കണ്ടെത്തുവാൻ ഇടയാക്കുമാറാകണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടപ്പാ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. OIT IELTS പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട്, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു നാഥാ. അങ്ങ് അത്ഭുതവാന വീരനാം ദൈവമാ, നിത്യപിതാവ, സമാധാനത്തിൻ്റെ ദൈവമാകിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ അത്ഭുതങ്ങളും ചെയ്തവരെ സമാധാനത്തിൽ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണരുതേ, പതുട്ട പിശാചി തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരാൻ സ്വർഗം കാത്തുകൊള്ളുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. കർത്താവ് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ഏൽപ്പിക്കുകയാണ്. ആരോഗ്യത്തോടും ബലത്തോടും സമാധാനത്തോടും ജോലി ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കണമേ കർത്താവ്. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. പാണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണി ഒരുക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട് കർത്താവ്, അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവ്. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം നല്ല കുടുംബജീവിതം നൽകി മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തലമുറയെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ, മാസം തികയോളം കൂടിയിരിക്കണമേ, സുഖപ്രസവം നൽകണമേ, ഊനമില്ലാത്ത വൈദ്യങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്ഷീണത്തിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, ജോലി ചെയ്യേണ്ട മക്കളുണ്ട് കർത്താവ്, യാത്ര ചെയ്ത് കടന്നു പോകേണ്ട കർത്താവ്, അവരെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്ന് വൈദ്യങ്ങളെ വിടുവിച്ചാട്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിതം നയിപ്പാൻ തന്നെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം ദൈവം ഇടയാക്കുമാറാകണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ സ്വന്തമായി പാർക്കുവാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ട് കർത്താവ്. ദൈവമേ, കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താപ്പച്ചൻ അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കാൻ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയപ്പ. ദൈവമായ കർത്താവെ, ഈ സമയം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് സമർപ്പിക്കട്ടെ. സുഖകരമായി യാത്ര ചെയ്യണം, നിശ്ചസ്ഥാനത്ത് വരെ കൊണ്ടുവന്ന് എത്തിക്കണം. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സ്വർഗം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ഈ പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടെ. എല്ലാ ഐശ്വര്യങ്ങളാലും അവർ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, എൻ്റെ സ്വർഗമേ, മാനസാന്തരം നൽകണമേ. സങ്കടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും കർത്താവെ ഹല്ലേലൂയ ഇവരെ ചൊല്ലി ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കണമേ, സന്ദർശിക്കണമേ, മാനസാന്തരം നൽകണമേ. പൂർണ്ണമായി മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് ഒരു വിടുതൽ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഈ സമയം വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലായി. എൻ്റെ അപ്പച്ചൻ്റെ പ്രത്യാശയാൽ ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണം. സകലതും നഷ്ടപ്പെട്ട് വഴുത്തോളിക്കലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടതിനിടയ്ക്കായി ഇനി മടക്കി കൊടുക്കാൻ സമ്പന്നനാകിയാൽ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും സൗഖ്യത്തോടും ജീവിപ്പാൻ തക്കവണ്ണമുള്ള പ്രത്യാശ തന്നെ മക്കൾക്ക് നൽകിക്കാട്ട് കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. അപ്പച്ചാ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ചെറുതും വലുതുമായ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നെല്ലാം ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. അങ്ങ് കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും അങ്ങയുടെ മേലിട്ട് തരികയപ്പ. ഇനി ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ്. സ്തോത്രം സ്തോത്രം. നല്ലവനായ കർത്താവിൻ്റെ കരങ്ങളിൽ സമസ്തവും ഏൽപ്പിച്ചു തരുന്നപ്പ. സ്തോത്രം അപ്പ, സ്തോത്രം സ്തോത്രം കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന കർത്താവ്. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കർത്താവ്, അതിവേദനകളിൽ കൂടി സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. നിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ. ആ സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ. ആ ഗിലയാദിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വരണമേ നാഥാ. അവിടുന്ന് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവെ, തൊട്ടേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവ്, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവെ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവെ. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ കർത്താവ്, നടക്കുവാൻ കഴിയാതെ വീൽ ചെയറിലായിരിക്കുന്നവർ, കൈകാലക്ക് വേദനകൾ, ഹല്ലേലൂയ കർത്താവ്, ചലനമില്ലാതെ ആമേൻ കർത്താവെ, നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. അവരോടൊക്കെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ. ശരീരമാസങ്ങളിൽ നീർക്കെട്ടും അതിവേദനയിലും ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പ. ഹല്ലേലൂയ. അപ്പാ, മനസ്സലിയണേപ്പ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ആസ്മ രോഗികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. തൈറോയിഡ് ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പ. അലർജി ഉള്ളവരെ ഓർക്കുക കർത്താവേ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ബ്ലീഡിംഗ് ഉള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. അനവധി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുക കർത്താവ്. കരുണ തോന്നണേപ്പ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സലിയുള്ള കർത്താവെ, ആരും കഷ്ടമനുഭവിപ്പാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ നടുവിൽ സ്വർഗമിറങ്ങണമേ കർത്താവ്.
ഹാലലി പാവപ്പെട്ട തൻ്റെ മക്കളോടൊക്കെ കരുണ കാണിക്കണമേ കർത്താവേ. സ്തോത്രം. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിൽ രചിച്ചു പറഞ്ഞ് ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ, കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം. ഹാലലിയ. ഞങ്ങളെ മറക്കാത്ത ദൈവമേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലിയ. രോഗിക്ക് നല്ല വൈദ്യനും നല്ല മരുന്നും എൻ്റെ അപ്പന, മനസ്സലിവും കരുണയുമുള്ള ദൈവം എൻ്റെ അപ്പന. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹാലലുയ. സ്തോത്രം സ്തോത്രം കർത്താവ്. സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു തരുന്നു. ഹാലലുയ. ഓർമ്മയില്ലാത്തവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ബുദ്ധിയില്ലാത്തവരെ ഏൽപ്പിക്കുന്നു. മാനസികമായ ചില വൈകല്യങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുടെ ഉള്ളിലൊതുക്കി കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. എല്ലാം നീറുന്ന വേദനകൾക്കും എൻ്റെ കർത്താവിന് അറുതി വരുത്തുവാൻ കഴിയുമല്ലോ. സർവശക്തനാണല്ലോ, അത്ഭുതവാനാണല്ലോ, വീരനാം ദൈവമാണല്ലോ, നിത്യപിതാവാണല്ലോ, സമാധാനത്തിൻ്റെ ദൈവമാണല്ലോ. കൂടെ നിങ്ങളെ സഹായിച്ച് സമാധാനിപ്പിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ പ്രത്യാശയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ തന്നാട്ട് കർത്താവ്. ലോകമ്പാടുള്ള വിശുദ്ധന്മാർ വിശുദ്ധമതികളെ ഓർക്കുന്നു, സുവിശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു, വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന മക്കൾ ഹാലേലി അവരെ കരുതണമേപ്പ. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ, ജയിൽവാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടപ്പാ. എൻ്റെ സ്വർഗം വരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ആ നാമം ഉയരണം, ആ നാമം വളരണം കർത്താവേ. സ്തോത്രം. ഹാലലി. എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങണം, എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയണം. സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാം എൻ്റെ അപ്പൻ്റെ മഹത്വത്തിനായി ശോഭിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പുകഴ്ചയ്ക്കോ പ്രശംസയ്ക്കോ ഒന്നുമല്ല കർത്താവേ. ഹാലലി. എൻ്റെ അപ്പൻ്റെ നന്മയ്ക്കായി, ഹാലലി എൻ്റെ അപ്പൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹാലലി. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ എല്ലാവരെയും തീർക്കുമാറാകണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.